ഹായ് കൂട്ടുകാരെ, വീണ്ടും ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കൊറിയറിനകത്ത് ഒരു ഇലക്ട്രിക് കേക്ക് കുക്കറാണ് കേട്ടോ. ഇത് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു ഫോളോവർ ആയിരുന്നു. ഞാൻ എന്നും ബോയിൽ ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ എഗ്ഗ് കേട്ടോ. ഇതൊരു കിടുക്കാച്ചി പ്രൊഡക്റ്റാണ് മക്കളെ, 3-in-1 പ്രൊഡക്റ്റാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പുഴുങ്ങാം, ബുൾസൈ ഉണ്ടാക്കാം, ഓംലെറ്റ് ഉണ്ടാക്കാം, എന്തും ചെയ്യാം. ഇങ്ങനെ ഒരു മെഷറിംഗ് കപ്പ് വരുന്നുണ്ട്. ഇവനാണ് നമ്മുടെ മുട്ടയുടെ കുക്കിംഗ് ഡിസൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിനകത്ത് വെള്ളം എത്രമാത്രം ഒഴിക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൽ വരുന്നത്. സോഫ്റ്റ് ആയിട്ട് വേണോ ഹാർഡായിട്ട് വേണോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒരു പിന്നും വരുന്നുണ്ട്. അത് മുട്ടയുടെ മുകളിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഒരു 12 മിനിറ്റ്സ് അല്ല 30 മിനിറ്റ്സിൽ നമ്മുടെ മുട്ടയുടെ വെന്ത് കഴിയും. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മീഡിയം കുക്കാണ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നല്ല സുന്ദരമായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നമുക്കൊരു ബുൾസൈ ഉണ്ടായി നോക്കിയാലോ. ഈ ട്രേയിലേക്ക് നമുക്ക് ശകലം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് വേണം മുട്ട ഇടാൻ കേട്ടോ. ഇതുപോലെ തന്നെ സെയിം മിനിറ്റ്സിൽ തന്നെ സംഭവം റെഡി. അതൊന്നും പൊട്ടാതെ നല്ല സോഫ്റ്റായിട്ട് കിടുക്കനായിട്ട് നമുക്ക് കിട്ടും. ഞാൻ എന്തായാലും കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ വെള്ളം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്രമാത്രം ഹാർഡായിട്ട് അത് വരണം എന്നുള്ളത് ഞാൻ മീഡിയത്തിലാണ് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. മുട്ട പൊരിച്ച് കൊടുക്കാൻ പോകണം. അതിനുവേണ്ടി സ്പെഷ്യൽ ട്രേ ഉണ്ട്. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. സമയമാകുമ്പോഴേക്ക് ഇത് അലാം അടിക്കും കേട്ടോ. അതുകൊണ്ട് എത്ര ദൂരെ മാറി നിന്നാലും നമുക്ക് ഈ സംഭവം കറക്റ്റ് സമയത്ത് വന്ന് ഓഫ് ചെയ്യാൻ പറ്റും. സാധാരണഗതിക്ക് ഞാൻ മുട്ട പുഴുങ്ങാനിടും. മുട്ട അവിടെ കിടന്ന് തിളച്ച് വെള്ളം പറ്റും. ഒക്കെയാണ് സംഭവിക്കാറ്. പക്ഷേ ഇതെന്തായാലും എനിക്ക് സൂപ്പറായിട്ടൊരു പ്രൊഡക്റ്റായിട്ട് തന്നെ തോന്നി. നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ.